കോഴിക്കോടിന്റെ ചരിത്രം. ഏറെ സമ്പന്നമായ ചരിത്രമാണ് കോഴിക്കോടിനുള്ളത്. വ്യാപാര ബന്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും നീണ്ട ചരിത്രം. മധ്യകാലഘട്ടങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്ന് അറിയപ്പെട്ടിരുന്ന കോഴിക്കോട് ഒരിക്കൽ ഇതേ പേരിലുള്ള സ്വതന്ത്ര രാജ്യത്തിന്റെ തലസ്ഥാനവും പിന്നീട് പഴയ മലബാർ ജില്ലയുടെ തലസ്ഥാനവും ആയിരുന്നു. ആദ്യകാല ചരിത്രം. പുരാതന കാലത്ത് തമിഴകത്തിന്റെ ഭാഗമായിരുന്ന പൂഴിനാട്, കുടനാട് എന്നിവയിൽപ്പെട്ടതായിരുന്നു കോഴിക്കോട്. സംഘം കാലഘട്ടത്തിൽ കോഴിക്കോട് ചേര സാമ്രാജ്യത്തിന്റെ ജനവാസമില്ലാത്ത മേഖലയിൽ ആയിരുന്നു. ചേര സാമ്രാജ്യത്തിന്റെ അതിർത്തി ഇന്നത്തെ വടകര വരെ വ്യാപിച്ചിരുന്നതായി കരുതപ്പെടുന്നു. വടകരയ്ക്ക് വടക്ക് മൂഷിക വംശത്തിന്റെ ഭരണമായിരുന്നു. ചേര സാമ്രാജ്യത്തിന്റെ തുറമുഖങ്ങൾ കേരളവും പുറം ലോകവുമായി വ്യാപാര ബന്ധം വളർത്തിയെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. വാസ്കോ ഡ ഗാമയുടെ വരവിന് മുൻപുള്ള കോഴിക്കോടിന്റെ ചരിത്രം വളരെ അവ്യക്തമാണ്. ഇബ്ൻ ബത്തൂത്ത, അബ്ദുൾ റസാഖ്, നിക്കോളോ കോണ്ടി എന്നീ വിദേശ സഞ്ചാരികളുടെ യാത്രാ വിവരണക്കുറിപ്പുകളെയും മറ്റ് സാഹിത്യരചനകളെയും ആസ്പദമാക്കിയാണ് അക്കാലത്തെ ചരിത്രരചന നടത്തിയത്. ഇവ കൂടുതലും ഊഹങ്ങൾ മാത്രമാണ്. എന്നാൽ വാസ്കോ ഡ ഗാമയുടെ വരവിന് ശേഷമുള്ളതിന് വിശ്വസനീയമായ രേഖകളുണ്ട്. Subscribe and follow for more videos. വയനാട്ടിലെ സ്വർണ്ണക്കിണൻ ചരിത്രത്തെക്കുറിച്ചറിയാൻ കാസാബ്ലാങ്ക ഫിലിം ഫാക്ടറിയുടെ യൂട്യൂബ് ചാനലിലെ തെരിയോട് ഡോക്യുമെന്ററി കാണുക.